നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദമായ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ATOയെ ബലിയാടാക്കാൻ നീക്കം. യദു ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും GPS-ഉം പ്രവർത്തനരഹിതമാണ് എന്ന് ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തമ്പാനൂർ ഡിപ്പോയിലെ ATO ബഷീറിനെയാണ് സ്ഥലം മാറ്റാൻ ഒരുങ്ങുന്നത്. ഉത്തരവ് ഉടനെ ഇറക്കാനാണ് ഒരുക്കം. പരിശോധനയിലാണ് ബസ്സിലെ ന്യൂനതകൾ കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടുകൂടി KSRTC ഉണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് സ്ഥലം മാറ്റമെന്നാണ് പറയുന്നത്. എന്നാൽ ബസ്സിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർക്കാണ് എന്നും അതിനാൽ ATOയ്ക്കെതിരെയുള്ള നടപടി ശരിയല്ല എന്നുമാണ് ജീവനക്കാരുടെ നിലപാട്. അതിനാലാണ് ATOയുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച നടപടിയിൽ താമസമുണ്ടാകുന്നത്. എന്തായാലും മേയറും യദുവും തമ്മിലുള്ള തർക്കം മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സംഭവത്തിൽ യഥാർത്ഥ കാരണങ്ങളെ തപ്പി പോകാനല്ല, മറ്റ് കാരണങ്ങളെ തപ്പി പോകാനാണ് പ്രധാനമായും പോലീസ് ശ്രമിക്കുന്നത് എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന് എതിരെ യദു നൽകിയ പരാതിയിൽ മറ്റൊരു നടപടിയും സ്വീകരിക്കാതെ യദുവിനെതിരെ എങ്ങനെയൊക്കെ കരുക്കൾ നീക്കാമോ അങ്ങനെയെല്ലാം കരുക്കൾ നീക്കുന്നതും. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയപ്പോൾ യദു മറ്റൊരു അല്ലെങ്കിൽ ക്രിമിനലെ അല്ല, അല്ലെങ്കിൽ മറ്റൊരു കുറ്റത്തിലും പ്രതിയല്ല, ഒരു കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് മുന്നിൽ പൂർണ്ണമായും പോലീസിന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നിലവിൽ യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിന് വേഗപ്പൂട്ടില്ല എന്നതും അതിൽ ഈ പുക പരിശോധന നടത്തിയിട്ടില്ല എന്നുമുള്ള ചില വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നാണക്കേട് ഒഴിവാക്കാൻ ഇത്തരമൊരു നടപടിയും കൂടി വരുന്നത്. അതേസമയം യദു അഴി എണ്ണുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് CPM തന്നെയാണെന്നും കേസിൽ സിനിമാ സ്റ്റൈൽ ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും യദുവിന്റെ അഭിഭാഷകനായ യദുവിന്റെ വക്കീലായ അശോക് നായർ വെളിപ്പെടുത്തുകയാണ്. ഈ കേസിലുള്ള ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ കേസിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത്, ഈ കേസിലെ വാദി ഒരു KSRTC ഡ്രൈവറാണ്, ഒരു താൽക്കാലിക ജീവനക്കാരനാണ്, ഒരു സാധാരണക്കാരനാണ്. ഈ കേസിലെ പ്രതികളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം സിറ്റിയുടെ ഇപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മേയറാണ്, മറ്റേയാൾ കേരളത്തിലെ തന്നെ ഒരു MLA ആണ്. ബാക്കി ആൾക്കാർ മേയറുടെയും MLAയുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേയറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ MLA പ്രതിനിധീകരിക്കുന്നതും പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയാണ് അല്ലെങ്കിൽ കാലാകാലങ്ങൾ വരുന്ന ഭരണത്തിൽ വരുന്ന പാർട്ടിയാണ് അടുത്ത 5 വർഷത്തേക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ജില്ലയിലെ കോടതികളിൽ ആരാവണമെന്ന് തീരുമാനിക്കുന്നതും അവർ നോമിനേറ്റ് ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്യുന്നതുമെല്ലാം. ഇവൻ ദോ കളക്ടറാണ് ഇതൊക്കെ ചെയ്യേണ്ടതെങ്കിലും ഇതിൻ്റെ പിന്നിൽ സംഘടനകളാണ്. കാലാകാലങ്ങളിൽ കേരളത്തിൽ വരുന്ന പാർട്ടികളാണ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുന്നത്. ഈ കേസിൽ വരുമ്പോൾ പെറ്റീഷനേഴ്സ് അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസിൽ മുൻകൂർ അപേക്ഷ മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പെറ്റീഷനേഴ്സ് എന്ന് പറയുന്നതും ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. പെറ്റീഷണർക്ക് വേണ്ടി അല്ലെങ്കിൽ പെറ്റീഷണർക്ക് എതിരെ സംസാരിക്കേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. യദു എന്ന് പറയുന്ന മറ്റേ ആൾ ഒരു സംഘടനയും ഇല്ലാതെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇവിടെ നീതി നടപ്പാക്കും എന്നുള്ളത് വളരെ സംശയകരമായൊരു കാര്യമാണ്. ഇല്ല, അവസാനമൊന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കിയാൽ അറിയാലോ. ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് യദുവും ഞാനും അല്ലെങ്കിൽ യദുവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നപ്പോഴും പോലീസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും പകൽ പോലെ മനസ്സിലാവുന്നതാണ്. കാരണം പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല. പോലീസ് ആർക്കെതിരെ അന്വേഷിക്കേണ്ടത്? ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയുള്ള അന്വേഷണം പോലീസ് നടത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇതിനകത്ത് അന്വേഷണം നടക്കാത്തതും. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് കളവാണെന്ന് പറഞ്ഞ് റെഫർ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ പറയുന്നത്. കളക്ടറാണ് സാധാരണഗതിയിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടത്. പക്ഷേ എന്നാൽ ഇവിടെ എല്ലാം നിയമിക്കുന്നത് CPM തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യദുവിന് ഒരു നീതി ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യദു എന്ന സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ഒരു അഭയവുമായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പോലീസിനെ ഏറെ വിശ്വസിച്ച് ചെല്ലുമ്പോൾ ഒരു നീതി ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു കേസിനെ ഉറ്റുനോക്കുകയാണ് മലയാളികൾ എല്ലാവരും. മലയാളികൾക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്നാൽ സാധാരണമായി എന്തൊരു പ്രശ്നമുണ്ടായാലും അത് എതിർകക്ഷിയിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ആൾ രാഷ്ട്രീയപരമായ ഒരു ഉന്നതനാണെങ്കിൽ, ഒരു ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നീതി ലഭിക്കേണ്ടതില്ല അല്ലെങ്കിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെ വരേണ്ടതില്ല എന്നൊരു സന്ദേശമാണ് പോലീസ് ഈ കേസ് വഴി നൽകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് അടക്കമുള്ളവർ പറയുന്നത്. ഈ കേസിൽ മറ്റൊന്നും ചെയ്യാനില്ല. കാരണം യദുവിനെ കുരുക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നു വരുന്നത്, യദുവിനെ അഴി എണ്ണീക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടന്നു വരുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഈ ഒരു കേസ് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് വ്യക്തമാവുകയാണ്.